ഓം പ്രഹ്ലാദവരദായ നമ. നമ്മൾ ഏതെങ്കിലും ഒരു ജപമോ സ്തോത്രമോ ഒക്കെ ആരംഭിക്കുമ്പോൾ ആദ്യം വരുന്ന സംശയമാണ് എത്ര ജപിച്ചാൽ ഫലം ലഭിക്കുമെന്നുള്ളത്. അതിനു മുൻപ് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ജപിക്കുന്നത് നാമമാണോ, നാമമന്ത്രമാണോ, ബീജാക്ഷരമുള്ള മൂലമന്ത്രങ്ങളൊക്കെയാണോ? അപ്പോൾ നാമം എന്താണ്? നാമം നമ്മൾക്ക് എല്ലാവർക്കും നാമമുണ്ട്. അതുപോലെ ദേവതമാർക്കും നാമമുണ്ട്. കൃഷ്ണ, രാമ, ശിവ. അങ്ങനെ ഭഗവാന്റെ ബ്രഹ്മത്തിൻ്റെ പല പല രൂപങ്ങളുടെയും പല പല ദിവ്യാവതാരങ്ങളുടെയും നാമം നമ്മൾ ചൊല്ലുന്നതിനെയാണ്, അല്ലെങ്കിൽ നാമം നമ്മൾ ജപിക്കുന്നതിനെയാണ് നാമജപം എന്ന് പറയുന്നത്. നാമജപം എത്ര വേണമെങ്കിലും ആകാം. നമ്മൾക്കറിയാം, ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നാമത്തിൻ്റെ പുകഴിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കഥയാണ് രത്നാകരൻ എന്ന കാട്ടാളൻ എങ്ങനെയാണ് വാൽമീകി എന്ന മഹർഷിയായത്. വാൽമീകി എന്ന മഹർഷിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പരിണാമത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് രാമനാമം ആണ് എന്ന് പറയും. രാമമന്ത്രമല്ല, രാമനാമം. അതുപോലെ നാമമന്ത്രം എന്ന് പറയുന്നത് കൃഷ്ണ എന്ന് നാമമാണെങ്കിൽ കൃഷ്ണായ നമ എന്നുള്ളത് നാമമന്ത്രമാകും. അങ്ങനെ ആണ് നാമമന്ത്രം. കൃഷ്ണ 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 എന്നോ, ശിവ 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 എന്നോ, രാമ 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 എന്നോ, രാമായ നമ എന്നോ, ശിവായ നമ എന്നോ എത്ര വേണമെങ്കിലും ജപിക്കാം. അതിന് ഒരു തരത്തിലുള്ള വിലക്കുമില്ല. ആ ദേവനെ തന്നെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഈ രണ്ട് ക്രിയകളും ചെയ്യാം. ഒരു തരത്തിലുള്ള ഗുരു ഉപദേശവും വേണ്ട. എങ്കിൽ നമ്മൾ ഗുരു ഉപദേശം വേണ്ടതാണ് ബീജാക്ഷരം കലർന്ന മന്ത്രം. അപ്പോൾ ബീജാക്ഷരം കലർന്ന മന്ത്രമാണ് നമ്മൾക്ക് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ഗുരുവിൻ്റെ അനുഗ്രഹവും ആ ഗുരുവിൻ്റെ ശിക്ഷണവും ഉണ്ടാവും. ആ ഗുരു പറഞ്ഞു തരും, ഇത്ര ജപിക്കണം, ഇന്ന സമയം ജപിക്കണം, ഇങ്ങനെ ജപിക്കണമെന്നല്ല പറഞ്ഞു തരും. ഇങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത്. നമ്മൾ പല ബീജാക്ഷരങ്ങളും കേൾക്കും. ശ്രീം എന്ന് കേൾക്കാം, അല്ലെങ്കിൽ ക്ലീം എന്ന് കേൾക്കും. അങ്ങനെയുള്ള പല ബീജാക്ഷരങ്ങളുണ്ട് പല ദേവതമാരുടെ. അത് നമ്മൾ കേൾക്കുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം. അതിലൊരു വ്യത്യാസമുണ്ട്. അത് ആ ഗുരുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആ ഗുരു നമ്മൾക്കതെല്ലാം പറഞ്ഞു തരും. ആ പരമ്പരയ്ക്കനുസരിച്ച് ഓരോ വ്യതിയാനങ്ങളുണ്ട്. ഒരു ബീജാക്ഷരം തന്നെ ഒരു ദേവതന് തന്നെ പല പരമ്പരയിലും പല രീതിയിലാണ് ജപിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഗുരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുരു ഒന്നുമില്ല, നമ്മൾ ആ ദേവനെ തന്നെ കരുതി ഒരു മന്ത്രം ലഭിച്ചു, എനിക്ക് ആ മന്ത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, ആ ദേവനും ഞാനും അത്രയധികം അടുത്താണ്, ആ ദേവനെ തന്നെ ഗുരുവായി കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പല മന്ത്രങ്ങൾക്കും ശാപമുണ്ട്, ശാപനിവൃത്തി മന്ത്രങ്ങളുണ്ട്. ശാപനിവൃത്തിക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് കലിയുഗത്തിൽ താന്ത്രികമായ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഹാദേവൻ്റെ ശാപമുള്ള മന്ത്രമാണ് മിക്ക മന്ത്രങ്ങളും. ചില മന്ത്രങ്ങൾക്ക്, ഇപ്പോൾ ഗായത്രി മന്ത്രത്തിനാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, ചില ഋഷിമാർ, അത് കണ്ടെത്തിയ ഋഷിമാർ, അത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഏത് ഋഷിയെന്ന്. ഒരു ഋഷിയുടെ പേര് ഞാൻ പറയാം, വിശ്വാമിത്ര ഋഷി. ആ ഋഷിയുടെ ശാപമുണ്ട്. ഓരോ മന്ത്രത്തിനും ശാപമുണ്ട്. ആ ശാപം നിവൃത്തി മന്ത്രമുണ്ട്. ശാപനിവൃത്തിക്ക് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ അതിലേക്കൊന്നും കടക്കണ്ട. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾക്ക് പറ്റിയ യോജിച്ച, നമുക്കൊരു പ്രശ്നവുമില്ലെന്ന് തോന്നിയ ഒരു മന്ത്രം കണ്ടെത്തി ആ മന്ത്രം ഉപയോഗിക്കുന്നതിന് മുൻപ് അത് ഫലത്തിലെത്തിക്കണമെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആ മന്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യസാധ്യത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ചൊവ്വാഴ്ച ദിവസം മുതൽ മുരുകൻ്റെ ഒരു മന്ത്രം ഉപയോഗിക്കുകയാണ്. ആ മന്ത്രം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ നാമം ഉപയോഗിക്കുന്നത് ഞാൻ ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാനാണ്. മുരുക മുരുക എന്നുള്ള മുരുകനാമമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ നാമം ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന കാര്യം നേടിയെടുക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ആ ചൊവ്വാഴ്ച ദിവസം നമ്മൾ ചെന്ന് ഭഗവാന്റെ മുന്നിൽ ഒരു സങ്കല്പം ഏറ്റെടുക്കും. ഭഗവാനെ, ഞാൻ എന്നും 1000 തവണ വെച്ച് ഭഗവാന്റെ മുന്നിൽ ഞാൻ ഈ നാമം ജപിച്ചോളാം, ഭഗവാന്റെ നാമം ജപിച്ചോളാം. ഞാൻ 41 ദിവസത്തേക്ക് അല്ലെങ്കിൽ 18 ദിവസത്തേക്കൊക്കെ ഞാൻ ജപിച്ചോളാം, ഇത്ര ദിവസം മുടങ്ങാതെ ജപിച്ചോളാം, ഇന്ന ആഹാരങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് ജപിച്ചോളാം എന്നുള്ളൊരു സങ്കല്പം. ആ സങ്കല്പമാണ് വാക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ആ വാക്ക് കൊടുക്കുക, അത് പാലിക്കണം. ചിലർ ഉപാസനയിലും ഇത് ചെയ്യാറുണ്ട്. ഉപാസനയ്ക്ക് മുൻപും സങ്കല്പം അത്യന്താപേക്ഷികമാണ്, പലരും ചെയ്യാറുമുണ്ട്. ഇതൊന്നുമല്ല നമ്മളുടെ വഴിയെങ്കിൽ, നമ്മളൊരു കാര്യം നേടാനുമല്ല, നമ്മളല്ലെങ്കിൽ ഇങ്ങനൊരു ഉപാസനയായിട്ടൊന്നും എടുക്കുന്നില്ല, ഒരു നിത്യജപത്തിനായിട്ട് എന്തെങ്കിലും ഒരു നാമമോ നാമമന്ത്രമോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു മന്ത്രം, ആ മൂർത്തിയെ തന്നെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ടൊക്കെ പലരും ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരുടെ നിയോഗമാണ്. അങ്ങനെ ആണ് നമ്മളുടെ കാര്യമെങ്കിൽ അത് എത്രത്തോളം ജപം ചെയ്യണം. നമ്മൾ പ്രത്യേക ഒരു കാര്യം നേടിയെടുക്കാനോ ഒരു സങ്കല്പം ഏറ്റെടുത്തൊരു ഉപാസന രീതിയിലോ ഒന്നുമല്ല, ഒരു ഭക്തി രീതിയിൽ സ്തോത്രങ്ങൾ ജപിക്കുന്നത് കൂടെ ചില നാമങ്ങളും നാമമന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആ വഴിയിൽ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ്
നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എത്ര ജപിക്കുമ്പോഴാണ് ഫലം ലഭിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ജപസംഖ്യയില്ല. ജപം നമ്മളുടെ മനസ്സാണ്. ജപസംഖ്യ നമ്മൾ ഇവിടെ കണക്ക് കൂട്ടേണ്ട കാര്യമേ ഇല്ല. ഇതാണ് വലിയൊരു രഹസ്യം. പലരും പേരിന് ഇപ്പോൾ സങ്കല്പമൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഏതാണെങ്കിലും നമ്മളത് അത്രയും ജപിച്ചിരിക്കണം. ആ ദേവതയ്ക്ക് കൊടുത്ത വാക്കാണ്, പ്രത്യേകിച്ച് ഉപാസനയിലൊക്കെ. പക്ഷേ ഉപാസനയൊന്നുമല്ല, ഒരു ഭക്തി മാർഗത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊന്ന് ജപിക്കുകയാണെങ്കിൽ ചില ഉപാസകർ സങ്കല്പം ഇങ്ങനെ കൊടുക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് വരുന്നത്രയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത വരുന്നത്രയുമാണ് അദ്ദേഹം ജപിക്കുന്നത്. അതൊരു വളരെ നല്ല കാര്യമാണ്. നമ്മൾ പലപ്പോഴും 1000 തവണ, 2000 തവണ, 3000 തവണ ജപിച്ചാലും നമ്മളുടെ മനസ്സ് പലയിടത്തും ഓടി നടക്കുകയായിരിക്കും. പക്ഷേ അതേസമയം ഒരു 10 തവണയെ ജപിച്ചുള്ളെങ്കിലും അത് ആ ദേവനിൽ തന്നെ കേന്ദ്രീകരിച്ച് ജപിക്കുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്. 3000 തവണ ജപിച്ചു, അതിൽ 10 തവണ മാത്രമേ ആ ദേവനിൽ കേന്ദ്രീകരിച്ച് ജപിച്ചു ഉള്ളൂ എങ്കിൽ ആ 10 തവണ ജപിച്ചതിനാണ് ഫലം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം, നമ്മൾ ജപസംഖ്യയല്ല, എത്ര തവണ കേന്ദ്രീകരിച്ച് ആ ദേവനെ കേന്ദ്രീകരിച്ച് ജപിച്ചു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ജപസംഖ്യ ഒന്നും നിശ്ചയിക്കേണ്ട. ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ മനസ്സോടുകൂടി തിരഞ്ഞെടുക്കാവുന്ന കാര്യമാണ്. തീർച്ചയായും ഫലം ലഭിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചില ദിവസം 10 മിനിറ്റ് ജപിക്കുമ്പോഴായിരിക്കും കോൺസെൻട്രേഷനോടെ 10 മിനിറ്റ് ജപിക്കാൻ സാധിക്കും. ചില തിരക്കുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് 1 മിനിറ്റേ ജപിക്കാൻ സാധിച്ചുള്ളൂ. എന്നും ജപിക്കുക എന്നുള്ളത് നിശ്ചയമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ജപിക്കുന്ന സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിയാനപ്പെട്ടാൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മൾ ആ ചെയ്യുന്ന സമയം കോൺസെൻട്രേഷനോടുകൂടി, ഏകാഗ്രതയോടുകൂടി ചെയ്യുക. അതായത് ചെയ്യുമ്പോൾ 1 മിനിറ്റാണ് എനിക്ക് ഏകാഗ്രത കിട്ടിയെങ്കിൽ അത് മതി. 10 മിനിറ്റ് കിട്ടിയാൽ 10 മിനിറ്റ് ഇരിക്കട്ടെ. അല്ലെങ്കിൽ 30 മിനിറ്റ് പറ്റി, 1 മണിക്കൂർ പറ്റി, ചിലർക്ക് മണിക്കൂറുകളോളം സാധിക്കാറുണ്ട്. അങ്ങനെ ഏകാഗ്രതയോടെ നമ്മൾ മനസ്സിൽ ആ ഭഗവാന്റെ രൂപം, അതുകൊണ്ടാണ് ധ്യാന ശ്ലോകം വരുന്നത്. ധ്യാന ശ്ലോകം ആ ഭഗവാന്റെ ആ രൂപത്തെ ധ്യാനിക്കാനുള്ളതാണ്. ആ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ഭഗവാനെ മനസ്സാകുന്ന ആ യന്ത്രത്തിൽ നിശ്ചയമായും നല്ല വ്യക്തമായും കാണാനും അനുഭവിക്കാനും സാധിച്ചുകൊണ്ട് മന്ത്രജപം നടത്തുമ്പോഴാണ് ആ ദേവൻ്റെ പൂർണ്ണ ഐശ്വര്യം ഒരാൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ 10 ലക്ഷം ജപിച്ചാലും, ഒരാൾ 1000 ജപിച്ചുള്ളൂ, മനസ്സോടെയാണ് ജപിച്ചതെങ്കിൽ അയാളുടെ മുഖത്ത് ആ ചൈതന്യം കാണാൻ സാധിക്കും. ഇപ്പുറത്തെയാൾ എത്രയധികം ജപിച്ചാലും മനസ്സോടെ അല്ലെങ്കിൽ അവിടെ ഒരു ഫലവും ലഭിക്കില്ല. അങ്ങനെ ജപിച്ച് ജപം അജപമാകുന്നൊരവസ്ഥയിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിൽ ജപം സംഭവിക്കുകയും അങ്ങനെ ആ ജപവും ആ ഭഗവാനുമായി ഒന്നാകും. ജപമെന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ്. ഏത് ഭഗവാന്റെ നാമമാണോ മന്ത്രമാണോ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ആ ഭഗവാൻ. അതിലൊന്നായി വിലീനമാക്കുകയും അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടുകയും പലതരത്തിലുള്ള ഭാഗ്യങ്ങളും പലതരത്തിലുള്ള ഫലങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഏത് തരത്തിലുള്ള ജപമാണ് ഏറ്റവും, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നാമമോ നാമമന്ത്രമോ തിരഞ്ഞെടുക്കുക. നാമം എന്താണെന്ന് ഞാൻ പറഞ്ഞു, നാമമന്ത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ബീജാക്ഷരം കലർന്ന മന്ത്രം എപ്പോഴും ഗുരുപദേശം വേണം. ബീജാക്ഷരം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ശ്രീം എന്നുള്ളത് അല്ലെങ്കിൽ ക്ലീം എന്നുള്ളത് കൃഷ്ണൻ്റെ ബീജാക്ഷരമാണെന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ പലതരത്തിലുള്ള ബീജാക്ഷരമുണ്ട്. ഹം എന്ന് പറയുന്നാൽ ഹനുമാൻ്റെ ബീജാക്ഷരമാണ്. അതിന് പോലും പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഉച്ചാരണ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബീജാക്ഷരങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, പ്രത്യേകിച്ച് ഉഗ്രമൂർത്തികളുടെയൊക്കെ ബീജാക്ഷരങ്ങളൊക്കെ ജപിക്കുന്നതിന് മുൻപ് ഗുരു ഉപദേശം വേണം. അല്ലാത്ത പക്ഷം ഏതൊരു നാമത്തെയും നാമമന്ത്രത്തെയും സ്വീകരിച്ച് ജപിക്കുന്നത് എത്രയാണ് എന്ന് മനസ്സിൽ കരുതുമ്പോൾ സങ്കല്പമില്ലെങ്കിൽ എപ്പോഴാണോ നമ്മളുടെ മനസ്സ് ഏകാഗ്രതപ്പെടുന്നത് അതാണ് നമ്മളുടെ ജപസംഖ്യ. 3 തവണയെ ജപിക്കാൻ സാധിച്ചുള്ളൂ. 3 തവണ ജപിച്ചപ്പോൾ എനിക്ക് മനസ്സ് ഏകാഗ്രതമായിരുന്നു. അതാണ് ജപസംഖ്യ. ചില സമയത്ത് 300 ജപിക്കാൻ സാധിക്കും. 300 ജപിച്ച് തീരുന്ന അത്രയും സമയവും എൻ്റെ മനസ്സ് ഏകാഗ്രതമായിരുന്നു. അതാണ് ജപസംഖ്യ. അപ്പോൾ ജപസംഖ്യ നിശ്ചയിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാധകമാണ്. ഗുരു ഉപദേശം കിട്ടിയാൽ ഗുരുവിനെ പാലിക്കുക. ഇനി അങ്ങനെയല്ല, സങ്കല്പം ഏറ്റെടുത്താൽ സങ്കല്പത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇനി ഇതൊന്നുമല്ല, ഞാൻ ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് മുന്നേറുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രത്യേക സങ്കല്പവും പ്രത്യേക ഗുരു ഉപദേശവും ഒന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ദൈവത്തോടുള്ളൊരു സ്നേഹം കൊണ്ടും
ഭക്തി കൊണ്ടുമാണ് ഞാൻ ജപിക്കുന്നത്, എനിക്കങ്ങനെ നിശ്ചയ സംഖ്യ ഞാനിതുവരെ വെച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴാണോ മനസ്സ് ഏകാഗ്രതപ്പെടുന്നത് അതുവരെ ജപിക്കാം എന്നുള്ളതാണ് സത്യം.